Good morning. Morning, ma'am. Good morning. Okay, good morning. Okay, Andrea, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിനെ സംബന്ധിച്ചാണ് അല്ലേ. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യങ്ങളും ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ട മെമ്പേഴ്സുകൾ ആരൊക്കെയാണ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുകൊണ്ടാണ് അല്ലെ നമ്മൾ ആ ഇന്റർവ്യൂ ബോർഡില് ഏതൊക്കെ മെമ്പേഴ്സുകൾ വേണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുകൊണ്ടാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് കേട്ടോ. ഇന്റർവ്യൂ പാനൽ സ്പെസിമെൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം എന്താണ്, കോൾ ലെറ്റർ, പിന്നെ ഒരു കോൾ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ആണ് അല്ലെ. സാധാരണ നമ്മുടെ ഇന്റർവ്യൂ ബോർഡിൽ നിന്നും ചോദിക്കാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ ഒരു ഫോർമാറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സ്പെസിമെൻ ഓഫ് എൻ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അതായത് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം ആണ് കേട്ടോ. അതാണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ. അസസ്മെന്റിൽ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. അതുകൂടാണ്ട് നമ്മളൊരു അസസ്മെന്റ് ഫോമും കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? അവര് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസസ്മെന്റ് ഫോമുകൾ അവർക്ക് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അറിയാലോ എന്താണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാല്. ചുരുക്കി പറഞ്ഞാല് ഒരു കാൻഡിഡേറ്റ് ആ ഒരു കാൻഡിഡേറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പിന്നെ അവരുടെ കഴിവുകള്, പിന്നെ അവര് ഈ പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ജോബ് പൊസിഷന് അവര് ഫിറ്റ് ആണോ, ആ ഒരു പെർട്ടിക്കുലർ ജോബിന് അവര് അനുയോജ്യനാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്നൊന്നും ചോദിക്കില്ല, പേരിൽ തന്നെ നമുക്കറിയാലോ. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാനായിട്ട് അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, പൊസിഷൻ അപ്ലൈഡ് ഫോർ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാൻഡിഡേറ്റ്, ആ ഒരു അങ്ങനെ ഒരു ഫീൽഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റ്, കാൻഡിഡേറ്റിന്റെ പേര് എഴുതാനുള്ള ഒരു ഫീൽഡ് അവിടെ ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അത് എഴുതാനുള്ള ഒരു ഫീൽഡ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സ്പെക്ടഡ് സാലറി, അതായത് കാൻഡിഡേറ്റ് പ്രതീക്ഷിക്കുന്ന സാലറി എന്താണ്, ഓക്കെ, അത് എഴുതാനുള്ള ഒരു ഫീൽഡ് ഉണ്ട്. പിന്നെ നോക്കിയ കറന്റ് ജോബ്, നിലവില് മറ്റെവിടെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് വരുന്നതെങ്കിൽ അവരുടെ നിലവിലെ ജോലി എന്താണ്, കറന്റ് ജോബ് എന്താണ്, കറന്റ് ഡെസിഗ്നേഷൻ, ഏത് പദവിയിലാണ് അതിപ്പോ നിലവിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഓർഗനൈസേഷനിലാണെങ്കിലും മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ ഓൾറെഡി ജോലിയുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. കറന്റ് ജോബ് എന്താണ്, കറന്റ് ഡെസിഗ്നേഷൻ, അവരുടെ നിലവിലുള്ള ജോലി പദവി എന്താണ്, കറന്റ് സാലറി, നിലവിൽ അവർ മേടിക്കുന്ന സാലറി എത്രയാണ്, പിന്നെ ടോട്ടൽ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ. ടോട്ടൽ എക്സ്പീരിയൻസ്, അവരുടെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ കാൻഡിഡേറ്റിന്റെ പല പേഴ്സണാലിറ്റി ട്രേറ്റുകളും നമ്മൾ അവിടെ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി അല്ലെ, അതായത് ആ ഒരു ലാംഗ്വേജ് എന്താ പറയാ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ ആ ഒരു പ്രൊഫഷ്യൻസി എത്രത്തോളം ഉണ്ട്.
പിന്നെ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, അതായത് ഇന്റർവ്യൂ പാനൽ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ അല്ലെ, അവരുടെ ഒരു ആത്മവിശ്വാസം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അസസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ നോളജ്, സാങ്കേതികമായിട്ടുള്ള അറിവ്, കമ്പ്യൂട്ടർ നോളജ് അല്ലെ, കമ്പ്യൂട്ടറിലുള്ള അവരുടെ അറിവ്. പിന്നെ അപ്രോച്ച് ഓർ ആറ്റിറ്റ്യൂഡ് കേട്ടോ, അതായത് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ അപ്രോച്ച് അല്ലെ, ഓരോ കാര്യങ്ങളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എനി നെഗറ്റീവ് റിമാർക്സ്, അതായത് നമ്മൾ അവിടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്സർവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു ഫീൽഡും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇതെന്താണ്, ഇതൊരു അസസ്മെന്റ് ഫോമിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ, വേറെ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ അസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുകയാണ് അല്ലെ. അവർക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുകയാണ്. നോക്കുക, ദ ഷോർട്ട് ലിസ്റ്റഡ് ആസ്പിരൻസ് ഓർ കാൻഡിഡേറ്റ്സ് who were called for the interview were highly interviewed by the panel of experts on the interview board അല്ലെ. നമുക്കറിയാലോ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ അവര് നടത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, എന്നിട്ട് ബേസ്ഡ് ഓൺ ദ ഇന്റർവ്യൂ അസസ്മെന്റ് ദ ആസ്പിരൻസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു റിജക്റ്റഡ്, ഓൺ ഹോൾഡ് ആൻഡ് സെലക്ടഡ് ഗ്രൂപ്പ്സ്. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ അസസ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാൻഡിഡേറ്റിനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. എത്രയായിട്ടാണ്, മൂന്നായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇന്റർവ്യൂ നടത്തും, അസസ്മെന്റ് ഒക്കെ നടത്തുമല്ലോ, ആ അസസ്മെന്റിന്റെ ബേസില് അവരെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ഏതൊക്കെയാണ്, ഒന്ന് റിജക്റ്റഡ് അല്ലെ, ഒന്ന് റിജക്റ്റഡ് കാറ്റഗറി, പിന്നെ ഓൺ ഹോൾഡ്, ദെൻ സെലക്ടഡ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, റിജക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ദേ ആർ നോട്ട് സെലക്ടഡ് ഫോർ ദ പൊസിഷൻ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ ജോബ് പൊസിഷൻ അവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവരെയാണ് റിജക്ട് ചെയ്യുന്നത് അല്ലെ. ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേ ബി കൺസിഡേർഡ് ലേറ്റർ, പിന്നീട് വേണമെങ്കിൽ അവരെ പരിഗണിക്കാം. എന്ന് വെച്ചാൽ അവരെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റിജക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് വലിയ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടില്ല. മേ ബി കൺസിഡേർഡ് ആസ് ലേറ്റർ, ചിലപ്പോൾ അവര് പിന്നീട് വേണമെങ്കിൽ പരിഗണിക്കാം, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യും. പിന്നെയോ സെലക്ടഡ് ഗ്രൂപ്പ്, അത് നിങ്ങൾക്ക് അറിയാലോ, അതായത് ചോസൺ ഫോർ ദ പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സെലക്ടഡ് ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെയോ ദ സെലക്ടഡ് ആസ്പിരൻസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദയർ റാങ്ക്. അപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ തന്നെ നമ്മൾ ആ സെലക്ടഡ് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും, അവരെ നമ്മൾ ഗ്രേഡ് ചെയ്യും അല്ലെ, ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദയർ പെർഫോമൻസ് അല്ലെ. അതിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് പെർഫോമൻസ് വെച്ചിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ ആ ഗ്രേഡ് ചെയ്യും അല്ലെ. അതായത് ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ടോപ്പ് ഗ്രേഡ് കൊടുക്കും. പിന്നെ അതിനനുസരിച്ച് പെർഫോമൻസ് കുറച്ച് കുറവുള്ള ആൾക്കാരെ ആ രീതിയിൽ നമ്മൾ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാണ്, ഗ്രേഡ് ചെയ്യാണ്. ഓക്കെ, ഗ്രേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ദ റാങ്ക് ഹോൾഡേഴ്സ് ഓൺ പ്രയോറിറ്റി will be issued the offer of appointment for their acceptance. അങ്ങനെ ടോപ്പ് റാങ്കഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, ടോപ്പ് ഗ്രേഡിൽ എത്തിയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓഫർ നമ്മൾ ഇഷ്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നതും അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നതും രണ്ടാണ് കേട്ടോ, രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നതും അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ടോപ്പ് റാങ്കഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ഇഷ്യൂ ചെയ്യാണ്, അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദയർ ആക്സെപ്റ്റൻസ് അല്ലെ. അവർക്ക് അത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്, അവരുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ അവർക്ക് ഇഷ്യൂ ചെയ്യാണ്, ഏറ്റവും ടോപ്പ് റാങ്കഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, അപ്പോയിന്റ്മെന്റ് ഓർഡർ, അത് വേറെയാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ്
ഓൺലി ആഫ്റ്റർ ദ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ. കണ്ടോ, ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ അവർ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് നമ്മൾ എന്തായിരിക്കുന്നുള്ളൂ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ രണ്ട് വ്യത്യാസമാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുകയാണ്, അത് വേണമെങ്കിൽ കാൻഡിഡേറ്റിനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിജക്ട് ചെയ്യാം. ഓക്കെ, അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ അയക്കുന്നു. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്, അവരത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്കായിട്ട് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അതായത് ആക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ എന്ന് പറയുന്നത് ഈസ് നെസസറി ബിഫോർ ഇഷ്യൂഡിങ് അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ആൻഡ് ആഫ്റ്റർ ജോയിനിങ് ദ ഓർഗനൈസേഷൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാല് എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഒരു ജോയിനിങ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു കാൻഡിഡേറ്റിന് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോയിന്റ്മെന്റ് ഓഫർ ഓക്കെ ആണോ? ഒന്നുമില്ല, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂന്റെ അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഓക്കെ, റിജക്റ്റഡ്, ഓൺ ഹോൾഡ്, സെലക്ടഡ് എന്ന 3 കാറ്റഗറീസ് ചെയ്ത് നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, ആ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിനെ തന്നെ അതിലെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഗ്രേഡ് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്തായിരിക്കുകയാണ്, എന്ത് ഇഷ്യൂ ചെയ്യാണ്, അപ്പോയിന്റ്മെന്റ് ഓഫർ ഇഷ്യൂ ചെയ്യാണ് അവരുടെ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്. ഇനി അവരത് ആക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, അവരുടെ ഇഷ്ടമാണ്. ഇനി ഒരു ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുള്ളൂ. അതുപോലെ എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആയില്ലേ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് കിടക്കാം കേട്ടോ. ഇനി നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് മറ്റുള്ള ഇതുപോലെയല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പേജുകളിലായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറാണ് അവിടെ, അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് നമ്മൾ ആ ജോലിയെ സംബന്ധിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ അത് കൊടുത്ത് അത് കാൻഡിഡേറ്റ് അത് കിട്ടിയിട്ട് അത് മുഴുവൻ വായിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഏതിന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കൂ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എയിംസ് 2022-23 HRPRO OA 001. ഓക്കെ, മിസ്റ്റർ രവികൃഷ്ണൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് അയക്കുന്നതാണ് കേട്ടോ. മിസ്റ്റർ രവികൃഷ്ണൻ, അലയം ഭവൻ, എറണാകുളം ഡിസ്ട്രിക്ട്. സബ്ജക്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ് സബ്ജക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. റെഫറൻസ് എന്താണ്, യുവർ ആപ്ലിക്കേഷൻ ഡേറ്റഡ് ഇൻ എ ഡേറ്റ് ആൻഡ് സബ്സീക്വന്റ് ഇന്റർവ്യൂ. ഓക്കെ, ഇന്ന ഡേറ്റിലുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തുടർന്നുള്ള ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിനെ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ്. ഇനി കണ്ടന്റ് എഴുതിയിരിക്കുന്നത് നോക്കിയേ, ഡിയർ മിസ്റ്റർ ഓർ മിസ്സിസ് കൃഷ്ണകുമാർ. ഇനി നമുക്ക് ഡിയർ എന്ന് സൂചിപ്പിക്കാം, ഡിയർ അവരുടെ പേര് വെച്ച് പറയാം. കാര്യം എന്താണ്, ഇന്റർവ്യൂവിലൂടെ നമ്മൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് അവരെ എങ്ങനെ അഭിസംബോധന ചെയ്യാം, ഡിയർ അല്ലെ, ഡിയർ അവരുടെ പേര് വെച്ച് നമുക്ക് അവരെ അഭിസംബോധന അഡ്രസ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ഡിയർ മിസ്റ്റർ ഓർ മിസ്സിസ് കൃഷ്ണകുമാർ, ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു യുവർ ആപ്ലിക്കേഷൻ ഫോർ ദ എംപ്ലോയ്മെന്റ് ഇൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. എയിംസ് എന്നാണ് കേട്ടോ, എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ, എയിംസ് ആണ് കേട്ടോ. അതിൽ ഏതോ അനിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്.
Subsequent to the interview, we have the pleasure to offer employment on the following terms and conditions. We wholeheartedly welcome you to be a part of the AIMS family. അപ്പൊ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ എയിംസിലുള്ള നിങ്ങളുടെ അപ്ലിക്കേഷനെ റെഫറൻസ് ചെയ്തുകൊണ്ട് അതിനെ റെഫർ ചെയ്തുകൊണ്ട് അതിനെ തുടർന്നുള്ള ഇന്റർവ്യൂവിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു എംപ്ലോയ്മെന്റ് ഓഫർ നൽകുകയാണ്. അതും എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും എന്താണ് മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ, എംപ്ലോയ്മെന്റ് ഓഫർ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്. വി ഹോൾഹാർട്ടഡ്ലി വെൽക്കം യു ടു ബി എ പാർട്ട് ഓഫ് ദ എയിംസ് ഫാമിലി. നിങ്ങൾ വളരെ ഞങ്ങളുടെ എയിംസ് ഫാമിലിയുടെ ഭാഗമാവുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ഓഫർ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇനി താഴെ പറയുന്നത്, ഇനി 1 തൊട്ട് 19 വരെ പറയുന്നത് ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളാണ് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താ പറയുന്നത്, അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. ഇതാണ് അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. അതായത് നിങ്ങൾ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നിലവിൽ വരുന്നത് എപ്പോഴാണ്, നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് എന്നാണ് ആദ്യത്തെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, എന്നാണോ അവര് ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത് ആ ഡേറ്റ് തൊട്ടാണ് അവരുടെ അപ്പോയിന്റ്മെന്റ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇഫക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും പറയാം, ആ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത്, ഒഫീഷ്യലി ഭാഗമാകുന്നത് ജോയിനിങ് ഡേറ്റ് തൊട്ടാണ്. അന്ന് തൊട്ടാണ് അവരുടെ സാലറി, മറ്റുള്ള ബെനിഫിറ്റുകൾ, അവരുടെ എംപ്ലോയ്മെന്റ് ടേംസുകൾ എല്ലാം തന്നെ പ്രാബല്യത്തിൽ വരുന്നത് ആ ഒരു ജോയിനിങ് ഡേറ്റ് തൊട്ടാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, യു വിൽ ഹാവ് ടു സബ്മിറ്റ് എ ജോയിനിങ് ഓർഡർ ആക്സെപ്റ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. അത് കൂടാതെ ജോയിനിങ് ഡേറ്റില് ഈ പറയുന്ന ജോലിയുടെ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യണം. അത് കാൻഡിഡേറ്റിനോട് ആവശ്യപ്പെടാണ്. ആ ജോയിനിങ് ഡേറ്റിൽ തന്നെ ഈ പറയുന്ന ജോലിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിനിങ് ഓർഡർ നിങ്ങൾ അന്നേ ദിവസം തന്നെ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് മൂന്നാമത്തെ ഒരു മോഡലായിട്ട് ആ ജോയിനിങ് ഓർഡർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും, യു വിൽ ബി ഇനീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ്, കണ്ടോ, യു വിൽ ബി ഇനീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് ഡാഷ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാഷ് ആൻഡ് ഷാൾ ബി റിപ്പോർട്ടിംഗ് ടു ദി ചെയർമാൻ ത്രൂ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡാഷ്. എന്താണ് അവിടെ പറയുന്നത്, അതായത് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഇന്ന പൊസിഷനിലേക്ക്, ഇന്ന ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഇന്ന യൂണിറ്റില് ഇന്ന ഒരു ഡെസിഗ്നേഷൻ, ഇന്നൊരു ജോലി പദവി, ഇപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് ആണ് തുടക്കത്തിൽ നിങ്ങൾ നിയമിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മുഖേന അത് ചെയർമാനോട് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ഇന്ന ഡെസിഗ്നേഷൻ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണെങ്കിൽ അത് ആ ഒരു ഡെസിഗ്നേഷനിലാണ് നിങ്ങൾ നിയമിക്കുന്നത്. പിന്നീട് തുടർന്ന്, അതായത് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മുഖേന അത് ചെയർമാനോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നാലാമത്തെ പറയുന്നത് നോക്കി, യു വിൽ ബി പെയ്ഡ് എ കൺസോളിഡേറ്റഡ് സാലറി ഓഫ് റുപ്പീസ് ഡാഷ് പെർ മന്ത്. അതായത് നിങ്ങൾക്ക് പ്രതിമാസം ഇത്ര രൂപ വെച്ചാണ് സാലറി ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു ആർ എലിജിബിൾ ഫോർ ദ ആക്ച്വൽ കൺവേയൻസ് ഇൻകേർഡ് ഫോർ ദ ഒഫീഷ്യൽ പർപ്പസസ്. അതുകൂടാണ്ട് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലഭിക്കും. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൺവേയൻസ് കോസ്റ്റ് എന്നും പറയും കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ലഭിക്കുന്നതിനും നിങ്ങൾ യോഗ്യനാണ്. പിന്നെന്താണ്, an annual increment of dash percentage will be considered subject to the satisfaction of the management. അത് കൂടാതെ നമ്മുടെ മാനേജ്മെന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ പരിഗണനയ്ക്കനുസരിച്ച് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ ഇത്ര പെർസെന്റേജ് ഇൻക്രിമെന്റ്, വർധനവ് നിങ്ങൾക്ക് പ്രതിവർഷം ഇത്ര പെർസെന്റേജ് ഇൻക്രിമെന്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നുള്ള രീതിയിലെല്ലാം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഫോർ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, നിങ്ങളുടെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസിനാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻക്രിമെന്റ്സ് വിൽ ബി കൺസിഡേർഡ് ബൈ ദ മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിന്റെ കൺസിഡറേഷൻ അനുസരിച്ച് ചിലപ്പോൾ
കൂടുതൽ ഇൻക്രിമെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ജോബിനെ സംബന്ധിച്ചുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ എന്താ പറയുന്നത്, യു വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. കണ്ടോ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 6 മാസ കാലയളവിലേക്ക് നിങ്ങൾ എന്തിലായിരിക്കും, പ്രൊബേഷണറി പീരീഡിലായിരിക്കും അല്ലെ, ട്രെയിനിങ് പീരീഡിലായിരിക്കും. അപ്പൊ ഓൺ കംപ്ലീഷൻ ഓഫ് 6 months യുവർ പെർഫോമൻസ് വിൽ ബി ഇവാലുവേറ്റഡ് ആസ് പെർ ദ HR പോളിസി. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രൊബേഷണറി പീരീഡ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം HR പോളിസിക്ക് അനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് അവിടെ വിലയിരുത്തുകയും ആൻഡ് യുവർ സർവീസസ് വിൽ ബി കൺഫേംഡ് ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. തുടർന്ന് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സേവനങ്ങൾ അവിടെ സ്ഥിരീകരിക്കും, എന്ന് വെച്ചാൽ കൺഫേം ചെയ്യും. ആദ്യം നിങ്ങൾക്ക് പ്രൊബേഷണറി പീരീഡിലായിരിക്കും. ആ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ള HR പോളിസി അനുസരിച്ച് ആ സമയത്ത് അവരുടെ പെർഫോമൻസ് വിലയിരുത്തുകയും പിന്നെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങളുടെ സേവനങ്ങളെ അവിടെ കൺഫേം ചെയ്യുകയും നിങ്ങൾ പെർമനന്റ് ആക്കും, സ്ഥിരീകരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും താങ്കൾ മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ, ആറാമത്തെ പോയിന്റ് നോക്കിയേ. ഇഫ് യുവർ പെർഫോമൻസ് ഈസ് not up to the designated mark and to foresee that you improve, your probation period will be extended for a further period of 6 months. അത് വേറെ ഒന്നുമല്ല, അതായത് ഇപ്പൊ നമ്മൾ പ്രൊബേഷണറി പീരീഡിലാണല്ലോ ഇതിൽ ആദ്യം നിർത്തുന്നത്. അല്ലാതെ ആദ്യം റിക്രൂട്ട് ചെയ്ത ഉടനെ അവരെ ജോലിക്ക് കയറ്റില്ലല്ലോ. പകരം എന്താണ്, അവർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു പ്രൊബേഷണറി പീരീഡ് കൊടുക്കും. അപ്പൊ ആ സമയത്ത് അവരുടെ പെർഫോമൻസ് അവിടെ വിലയിരുത്തുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും കാരണവശാല് നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡെസിഗ്നേറ്റഡ് മാർക്കിലോട്ട്, അങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് റാങ്കിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ബട്ട് ദെൻ ഫോർസീ ദാറ്റ് യു ഇംപ്രൂവ്, പക്ഷെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഉദ്ദേശിച്ച റാങ്കിങ്ങിലോട്ട് അവരുടെ പെർഫോമൻസ് എത്തിയിട്ടില്ല, പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, യുവർ പ്രൊബേഷൻ പീരീഡ് വിൽ ബി എക്സ്റ്റെൻഡഡ് ഫോർ എ ഫർദർ പീരീഡ് ഓഫ് 6 months. അടുത്തൊരു 6 മാസ കാലയളവിലേക്ക് കൂടെ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് എന്ത് ചെയ്യും, നീട്ടും അല്ലെ, എക്സ്റ്റെൻഡ് ചെയ്യും. ഇനിയോ, ഇഫ് യുവർ പെർഫോമൻസ് ഈസ് ഫൗണ്ട് സബ്സ്റ്റാൻഡേർഡ് ഡ്യൂറിംഗ് ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓൾസോ, ആ ഒരു എക്സ്റ്റൻഷൻ പീരീഡിലും അവരുടെ പെർഫോമൻസ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞതായിട്ട് കാണപ്പെടുകയാണെങ്കിൽ യു വിൽ ബി ഇന്റിമേറ്റഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് യുവർ സർവീസസ് വിൽ ബി ടെർമിനേറ്റഡ്. അല്ലെ, നിങ്ങളെ രേഖാമൂലം തന്നെ അത് അറിയിക്കുകയും നിങ്ങളുടെ സർവീസ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ പെർഫോമൻസ് ഏറ്റവും മികവുറ്റതാക്കാനായിട്ട് നോക്കുക അല്ലെ. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, കമ്പനിക്ക് വേണമെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യാം. അത് പെട്ടെന്ന് തന്നെ അവർക്ക് രേഖാമൂലം അവര് നോട്ടിഫൈ ചെയ്ത് അവരുടെ സേവനങ്ങൾ നിർത്തിവെക്കാനായിട്ട് സാധിക്കും. നിർത്തിവെക്കുമെന്നാണ് അത് കൃത്യമായിട്ട് അവര് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ പറയുന്നത്. പിന്നെ 7ാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, യുവർ ഡെസിഗ്നേഷൻ വിൽ ബി സബ്ജക്ട് ടു ചേഞ്ച് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ആസ് പെർ ദ കമ്പനീസ് റിക്വയർമെന്റ് ആൻഡ് സബ്സീക്വന്റ് പ്രൊമോഷൻസ് ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ പറയുന്ന കമ്പനിയുടെ ആവശ്യകതകൾക്കനുസരിച്ച് അതുപോലെ നിങ്ങളുടെ പെർഫോമൻസിന് ബേസ് ചെയ്തുകൊണ്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾക്കൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, അതായത് നിങ്ങളുടെ പദവി കാലാകാലങ്ങളിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് ഇപ്പൊ അത് കമ്പനിയുടെ ആവശ്യകതകൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവരുടെ ഡെസിഗ്നേഷനിൽ മാറ്റം വരാം അല്ലെ, അവരുടെ റോളുകളിൽ മാറ്റം വരാം. അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പ്രൊമോഷൻസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ ഡെസിഗ്നേഷൻ അവരുടെ ആ ഒരു പദവികളിൽ മാറ്റം വരാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് 8ാമത്തെ പോയിന്റ്, ഡ്യൂട്ടി. 8ാമത്തെ പോയിന്റ് അല്ല ഇതിൽ പരാമർശിക്കുന്നത്, ഇതൊക്കെ ഒരു മോഡലാണ് കേട്ടോ, ഒരു ഫോർമാറ്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. 8ാമത്തെ ആയിട്ട് അവർ പറയുന്നത് ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷന് അനുസരിച്ചായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികളും ഡ്യൂട്ടികളൊക്കെ ഉണ്ടായിരിക്കുക. എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് ഡീംഡ് നെസസറി വിൽ ബി അസൈൻഡ് ടു യു ഫ്രം ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ് ത്രൂ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓർ HR ഡിപ്പാർട്ട്മെന്റ്. അത് മാത്രമല്ല, ആവശ്യമെന്ന് കരുതുന്ന സമയത്ത് ഈ പറയുന്ന അഡീഷണൽ ഡ്യൂട്ടികൾ ചിലപ്പോ, അതായത് അധിക ചുമതലകള് ഈ പറയുന്ന HR ഹെഡ്, അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ് മുഖേന മാനേജ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ.
അപ്പൊ എന്തായാലും അവരുടെ ഡ്യൂട്ടി ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും പിന്നീട് വരുന്ന അധിക ചുമതലകൾ എന്നുള്ളത് അത് HR ഡിപ്പാർട്ട്മെന്റ് മുഖേന മാനേജ്മെന്റ് നിങ്ങൾക്ക് അധിക ചുമതലകൾ നൽകുന്നതാണ്. ഓക്കെ, എന്നും ഒരേ ലെവലിലായിരിക്കില്ലല്ലോ, മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓരോ വർഷം എക്സ്പീരിയൻസിലാവുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ അവർക്ക് കൊടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് 9ാമത് പറയുന്നത്, ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് വിത്ത് us, യു ഷാൾ ഡിവോട്ട് യുവർ ഫുൾ ടൈം അറ്റൻഷൻ ടു ദ ഓർഗനൈസേഷൻ. കണ്ടോ, അതായത് നിങ്ങളുടെ ഇവിടെയുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള നിങ്ങളുടെ ജോലി കാലയളവില് പൂർണ്ണ സമയം, അതായത് മുഴുവൻ സമയവും നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ് അല്ലെ. മുഴുവൻ സമയം സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കണം. ആൻഡ് ഷാൾ നോട്ട് ഐദർ വർക്ക് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം ഫോർ എനി അതർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ organization or engage directly or indirectly in another profession or occupation outside the organization without the return consent of the management. അതാണ് പറയുന്നത്, മാനേജ്മെന്റിന്റെ രേഖാമൂലമുള്ള കൺസെന്റ് ഇല്ലാതെ, സമ്മതമില്ലാതെ നമ്മുടെ സ്ഥാപനത്തിന് പുറത്ത് മറ്റേതെങ്കിലും സ്ഥാപനത്തില് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. അത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിന് പുറത്ത് മറ്റേതെങ്കിലും തൊഴിലില് നേരിട്ടോ അല്ലാതെയോ നിങ്ങൾ ഏർപ്പെടാനായിട്ട് പാടുള്ളതല്ല. കണ്ടോ, കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ക്ലിയർ. 10ാമത് എന്താ പറയുന്നത്, ഇഫ് ഡീംഡ് നെസസറി യു വിൽ ബി ലയബിൾ ടു ബി ട്രാൻസ്ഫേർഡ് ടു എനി അതർ ഡിപ്പാർട്ട്മെന്റ്, ബ്രാഞ്ച് ഓഫീസേഴ്സ് ഓർ സിസ്റ്റർ കൺസേൺ ഓഫ് ദ ഓർഗനൈസേഷൻ എനിവേർ ഇൻ ഇന്ത്യ. ഇത് മാത്രമല്ല, ആവശ്യമെന്ന് കരുതുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ എവിടെയും, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ ബ്രാഞ്ച് ഓഫീസിലോ സഹോദര സ്ഥാപനങ്ങളിലോ നിങ്ങളുടെ ജോലിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അല്ലെ. ജോലി മാറ്റത്തിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു കാര്യവും അവിടെ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 11ാമത്തെ പോയിന്റ് നോക്കിയേ, യു വിൽ ഹാവ് ടു അബൈഡ് ബൈ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ്. അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലെ നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും അതുപോലെ ഭാവിയിൽ ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ്, ഭാവിയിൽ ഉണ്ടാകുന്ന ഭേദഗതികൾ അല്ലെ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പല റൂൾസിലെ റെഗുലേഷൻസിലൊക്കെ വരുന്ന ഭേദഗതികളും എല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് അല്ലെ. കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം. ഓക്കെ. പിന്നെ 12ാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഇഫ് യു വിഷ് ടു ലീവ് ദ സർവീസസ് you will have to submit a letter of resignation with a notice period of 1 month. ഇനി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സർവീസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സേവനങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യം എന്താണ് പറയുന്നത്, 1 മാസം കാലാവധിയിൽ 1 മാസത്തെ നോട്ടീസ് പീരീഡിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്തിരിക്കണം അല്ലെ, രാജിക്കത്ത് സമർപ്പിച്ചിരിക്കണം. അതായത് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ജോലി മതിയാക്കി പോകുകയല്ല വേണ്ടത്. അത് 1 മാസത്തെ നോട്ടീസ് കാലാവധിക്കുള്ളിൽ നിങ്ങൾ ഒരു റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. പിന്നെ എന്ത് വേണം, യു വിൽ ഹാവ് ടു ഹാൻഡ് ഓവർ ദ ഒഫീഷ്യൽ ബിലോങ്ങിംഗ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു എ പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബൈ ദ മാനേജ്മെന്റ്. അതുകൂടാതെ മാനേജ്മെന്റ് നിയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള സ്വത്തുക്കൾ, ഇപ്പൊ ഒഫീഷ്യൽ ബിലോങ്ങിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ജോലി സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും കാറോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒഫീഷ്യൽ ബിലോങ്ങിങ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകളൊക്കെ മാനേജ്മെന്റ് നിയോഗിക്കുന്ന മറ്റൊരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അവരുടെ എല്ലാ പറയുന്ന ഡ്യൂട്ടീസ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക കേട്ടോ, കൈമാറണം എന്നാണ് പറയുന്നത്. You have to obtain, അതിന് പുറമെ you have to obtain a non-due certificate from each department countersigned by the HR department. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൈൻ ചെയ്തും HR ഡിപ്പാർട്ട്മെന്റിന്റെ സൈനോട് കൂടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നോ ഡ്യൂ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അറ്റൈൻ ചെയ്തിരിക്കണം. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ആ കാൻഡിഡേറ്റ് അല്ല, ആ ഒരു എംപ്ലോയി പ്രത്യേകിച്ച് ഒരു ഡ്യൂസ് ഒന്നും വെച്ചിട്ടില്ല, എന്തെങ്കിലും കടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളോ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും അവര് ഡ്യൂ വെച്ചിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിന്, കൺഫേം ചെയ്യുന്നതിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ് നോൺ ഡ്യൂ ഫോം കൊടുക്കുന്നത്. കാരണം ഇയാൾ ജോലി മതിയാക്കി സ്ഥാപനം വിട്ടു പോവാണല്ലോ, അപ്പൊ അയാൾ പ്രത്യേകിച്ച് ഒരു ഡെപ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഡ്യൂസുകളോ ഒന്നും തന്നെ അയാള് ബാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾ പെൻഡിങ് വെച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് HR ഡിപ്പാർട്ട്മെന്റിന്റെ സൈനോട് കൂടിയിട്ടുള്ള, അതുകൊണ്ടാണ് കൗണ്ടർ സൈനഡ് എന്ന് പറയുന്നത് കേട്ടോ, HR ഡിപ്പാർട്ട്മെന്റിന്റെ സൈനോട് കൂടിയിട്ടുള്ള ഒരു നോൺ ഡ്യൂ സർട്ടിഫിക്കറ്റ്
എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് ചെയ്തിരിക്കണം, കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തി നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു സർവീസ് അവസാനിപ്പിച്ച് പോവുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. വൺസ് ദ HR റിലീസസ് ദ നോ ഡ്യൂസ്, അപ്പൊ ഒരു തവണ HR ഈ നോ ഡ്യൂ ഫോംസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അക്കൗണ്ട്സ് വിൽ ബി സെറ്റിൽഡ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് കേട്ടോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലൂടെ ഫിനാൻസ് ധനകാര്യ വകുപ്പുണ്ടല്ലോ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ എന്ത് ചെയ്യും, തീർപ്പാക്കും. അതായത് കാര്യങ്ങളൊക്കെ സെറ്റിൽ ആക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ 13ാമത്തെ ഒരു കണ്ടീഷൻ എന്താ പറയുന്നത്, ദ കമ്പനി ക്യാൻ ഡിസ്കണ്ടിന്യൂ യുവർ സർവീസ് ബൈ ഗിവിംഗ് 1 month നോട്ടീസ് ഓർ 1 month സാലറി ഇൻ ലിeu ഓഫ് നോട്ടീസ് വിതൗട്ട് അസൈനിങ് എനി റീസൺ വാട്ട്സോഎവർ. എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരു കമ്പനിക്ക് അതായത് ഓർഗനൈസേഷന് ഇപ്പോ ഒരു പക്ഷെ ഒരു മാസത്തെ നോട്ടീസിനോ അല്ലെങ്കിൽ നോട്ടീസിന് പകരമായിട്ട് ഒരു മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടോ കാരണമില്ലാതെ തന്നെ നിങ്ങളുടെ സേവനങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒന്നുകിൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ നോട്ടീസിന് പകരമായിട്ട് ഒരു മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ട് കാരണമില്ലാതെ തന്നെ, പ്രത്യേകിച്ച് കാരണം പരാമർശിക്കാതെ തന്നെ കമ്പനിക്ക് നിങ്ങളുടെ സേവനങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓരോ കമ്പനികളുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കേട്ടോ, എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ നിലവിൽ ഈ ഒരു കമ്പനി കൊടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ 14ാമത്തെ എന്താ പറയുന്നത്, ഓൾ ഒഫീഷ്യൽ ഇൻഫർമേഷൻ പാസ്ഡ് ഓൺ ടു യു ഫോർ ദ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ഡ്യൂട്ടീസ് ഹാവ് ടു ബി കെപ്റ്റ് സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികള് അല്ലെങ്കിൽ ഡ്യൂട്ടികള് വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള എല്ലാ ഔദ്യോഗിക വിവരങ്ങളും ഒരു കാരണവശാലും ഔദ്യോഗിക വിവരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്ന് വെച്ചാൽ അത്രയും രഹസ്യാത്മകമായിട്ട് സൂക്ഷിച്ചിരിക്കണം അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മറ്റൊരാളുകളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇവിടെ പറയുന്നത് കേട്ടോ, ഷാൾ നോട്ട് ഡിസ്ക്ലോസ് ദ സെയിം ഓറലി ഓർ റിട്ടേൺ ടു എനി ഇൻഡിവിജ്വൽ ഓർ കൺസേൺ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോടോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങള് വാമൊഴിയായിട്ട്, വാക്കാലോ രേഖാമൂലമോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കാര്യം എന്താന്ന് വെച്ചാൽ വിച്ച് വിൽ ബി ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തൊഴിൽ ലംഘനമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും അല്ലെ. ബ്രീച്ച്, അത് ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഒരു ലംഘനമായിട്ട് അതിനെ കണക്കാക്കുകയും and your services will be terminated with the immediate effect without any compensation or notice period whatsoever. അത് മാത്രമല്ല നിങ്ങളുടെ സർവീസുകള് ഉടനടി തന്നെ അവിടെ ടെർമിനേറ്റ് ചെയ്യും, അവസാനിക്കുക. അത് പ്രത്യേകിച്ച് ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ കാലയളവോ നൽകാതെ തന്നെ ഉടനടി തന്നെ നിങ്ങളുടെ സേവനങ്ങൾ അവിടെ നിർത്തിവെക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സേവനങ്ങള് അവിടെ അവസാനിപ്പിക്കും, ടെർമിനേറ്റ് ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ കാര്യങ്ങള്. പിന്നെ 15ാമത്തെ കാര്യം എന്താണ്, ഡ്രസ് കോഡ്, ബിഹേവിയർ കോഡ് ആൻഡ് മോറൽ എത്തിക്സ് ടു ബി മെയിൻറ്റൈൻഡ് ആൻഡ് കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു ബി ക്രിയേറ്റഡ് among the staff and the public. അതുപോലെ ഡ്രസ് കോഡ് ഉണ്ടാവും, ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു വസ്ത്രധാരണ രീതി, ബിഹേവിയർ കോഡ് ഉണ്ടാവും. നിങ്ങൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലേ, പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടായിരിക്കും, മോറൽ എത്തിക്സ് ഉണ്ടായിരിക്കും, അവരുടെ പ്രൊഫഷൻ സംബന്ധമായിട്ടുള്ള മോറൽ എത്തിക്സുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുകൂടാതെ എന്താണ്, ഈ പറയുന്ന സ്റ്റാഫുകൾക്കും പബ്ലിക്കിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി എന്താണ്, ദ എംപ്ലോയി ഷുഡ് നോട്ട് ഡിമാൻഡ് ഓർ ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് or kind from any client or customer which will be treated seriously and immediate termination and other proceedings will follow. അത് കൂടാതെ നിങ്ങൾ ഒരു കാരണവശാലും കസ്റ്റമേഴ്സിൽ നിന്നോ മറ്റുള്ള ക്ലയന്റുകളിൽ നിന്നോ സമ്മാനങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് പാരിതോഷികങ്ങൾ, അതിപ്പോ ചിലവര് കൈക്കൂലിയൊക്കെ മേടിക്കും പണമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പാരിതോഷികങ്ങളോ ആവശ്യപ്പെടാനോ സ്വീകരിക്കാനോ പാടുള്ളതല്ല. രണ്ടും ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാനും പാടില്ല, ഇനി ആരെങ്കിലും അറിഞ്ഞു തന്നാൽ തന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രീറ്റഡ് സീരിയസ്, വളരെ ഗൗരവമായിട്ട് കണക്കാക്കുകയും അപ്പോഴും നിങ്ങൾ ഉടനടി ടെർമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ഉടനടി ടെർമിനേറ്റ് ചെയ്യുകയും മേൽ നടപടികൾ നിങ്ങളുടെ മേലെ സ്വീകരിക്കുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 16ാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻ സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ് ഓർ റിപ്പോർട്ടിംഗ് അതോറിറ്റി and the ragging of new entrants will not be allowed under any circumstances and shall be treated as per the rules and regulations. അതുകൂടാതെ insubordination with the superiors or reporting authority and the ragging of new entrants will not be allowed under any circumstances. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സുപ്പീരിയർ ഓഫീസേഴ്സിന്റെയോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെയോ ഒരു തരത്തിലുമുള്ള ഒരു സാഹചര്യത്തിലും ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സുപ്പീരിയേഴ്സിൽ നിന്നോ മറ്റുള്ള ഉയർന്ന അധികാരികളിൽ നിന്നൊന്നും ഒരു തരത്തിലുള്ള റാഗിങ്ങും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഒരു തരത്തിലുള്ള റാഗിങ്ങും അവിടെ അനുവദിക്കുന്നതല്ല. ആൻഡ് എന്താണ്, ആൻഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ എല്ലാം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുകയാണ്. ഓക്കെ, പിന്നെന്താണ് 17ാമത് പറയുന്നത്, ദിസ് എംപ്ലോയ്മെന്റ് ജോബ് സെക്യൂരിറ്റി ഫോർ ദ ടാലന്റഡ് ആയിട്ട് കമ്മിറ്റഡ് എംപ്ലോയീസ് അല്ലെ. അതുപോലെ വളരെ കഴിവുള്ള ടാലന്റഡ് ആയിട്ട് ഉള്ള എന്താ പറയുക കാൻഡിഡേറ്റ്സിന് മാത്രമല്ല, വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. കാൻഡിഡേറ്റ്സ് അല്ല, എംപ്ലോയീസ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ജോലി വളരെ വലിയൊരു സുരക്ഷ കൊടുക്കുന്നുണ്ട് എന്ന് അവരോട് പറയാണ്. അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് അതിലൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെന്താണ്, ഓൾ ഡിസ്പ്യൂട്ട്സ് സബ്ജക്ട് ടു ദ തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷൻ. അതിപ്പോ ഈ കമ്പനിയുടെ ബേസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ, എല്ലാത്തിനും ഇത് കോമൺ ഒന്നും അല്ല. അതായത് ഇപ്പോ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ട് എന്ത് ഡിസ്പ്യൂട്ടുകൾ വരികയാണെങ്കിലും അത് തിരുവനന്തപുരം അധികാര പരിധിക്കുള്ളിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ജൂറിസ്ഡിക്ഷനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവരൊരു ഹോസ്പിറ്റലിലേക്കാണ്, ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത് ഇപ്പൊ ആ ഒരു ട്രിവാൻഡ്രം ജൂറിസ്ഡിക്ഷൻ പരിധിയിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് ജൂറിസ്ഡിക്ഷനിലേക്ക് പോകും? ട്രിവാൻഡ്രം ജൂറിസ്ഡിക്ഷനിലേക്ക് പോകും. അതിപ്പോ ആ ഒരു ഹോസ്പിറ്റൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജൂറിസ്ഡിക്ഷനിലായിരിക്കും അത് ഉൾപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കോമൺ തിരുവനന്തപുരം ആണെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓൾ ഡിസ്പ്യൂട്ട്സ് സബ്ജക്ട് ടു ദ ട്രിവാൻഡ്രം ജൂറിസ്ഡിക്ഷൻ. 19ാമത്തെ എന്താണ്, എ കോപ്പി ഓഫ് ദിസ് ഓഫർ may be signed and returned to us in token of your acceptance. നമ്മൾ തുടക്കമേ പറഞ്ഞല്ലോ, അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ, അവരത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, എ കോപ്പി ഓഫ് ദിസ് ഓഫർ മേ ബി സൈൻഡ്. ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ ഒരു കോപ്പി നിങ്ങൾ സൈൻ ചെയ്ത് അത് നിങ്ങളുടെ ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് അയക്കേണ്ടതാണ് എന്നാണ് അവിടെ പറയുന്നത്. കോപ്പി ഓഫ് ദിസ് ഓഫർ മേ ബി സൈൻഡ്. ഈ ഒരു എന്താ ഓഫറിന്റെ കോപ്പി നിങ്ങൾ സൈൻ ചെയ്ത് ദാറ്റ് ഈസ് റിട്ടേൺഡ് ടു us ഇൻ ടോക്കൺ ഓഫ് യുവർ അക്സെപ്റ്റൻസ്. നിങ്ങളുടെ അക്സെപ്റ്റൻസിന്റെ ഭാഗമായിട്ട് അടയാളമായിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. ഫോറെയിൻസ് ടേംസ് ആക്സെപ്റ്റഡ് എന്നും പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോറെയിൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ടേംസ് ആക്സെപ്റ്റഡ് എംപ്ലോയീസ് നെയിം ആൻഡ് സിഗ്നേച്ചർ. കണ്ടോ, ഇത്രയും പറഞ്ഞത് ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞത്. ഇതിൽ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ ഒരു ജോലിക്ക് ഒരു ഓഫർ കൊടുക്കുമ്പോൾ തന്നെ ആ ജോലിയുടെ എല്ലാവിധ റിസ്ക് ഫാക്ടേഴ്സുകളും ബെനിഫിറ്റുകളും എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അറിയിക്കുന്നുണ്ട്. അത് അറിയിച്ച് അവരത് വായിച്ച് അവർക്കത് പൂർണ്ണബോധ്യം ആയതിനു ശേഷം മാത്രമേ അവർ എന്ത് ചെയ്താൽ മതി, അവരത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സോ അവർക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു എന്താ പറയുക ഫോർമാലിറ്റി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആ പോയിന്റുകളൊക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവട്ടെ അല്ലെങ്കിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഈ സെയിം നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളല്ലേ, ഈ സെയിം പോയിന്റുകളാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇവിടെ കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പോയിന്റുകളെല്ലാം തന്നെ എന്താണ്, നമ്മൾ ഈ ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും എന്നതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കി,
JD ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അകത്ത് പറയുന്നത് അല്ലെ. ഓക്കെ, എന്താണത്? ഇറ്റ് ഈസ് എൻ അറ്റാച്ച്മെന്റ് ഓഫ് ദ അതർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ. കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നിയമന ഉത്തരവിന്റെയും ഒരു അറ്റാച്ച്മെന്റ് ആണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ഓക്കെ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് റിവോക്കബിൾ എനി ടൈം ബേസ്ഡ് ഓൺ ദ റിവ്യൂ ഓർ റിവിഷൻ ആസ് ഡീംഡ് നെസസറി. അതായത് ആവശ്യമെന്ന് കരുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റിവ്യൂനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ മാറ്റങ്ങൾ വരാമെന്നാണ് പറയുന്നത്. എന്നും എല്ലായ്പ്പോഴും സെയിം ആവണമെന്നില്ലല്ലോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മാറും. ചില എന്തെങ്കിലും പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്തപ്പോൾ പുതിയ വല്ല പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മാറ്റങ്ങൾ വരാം. എന്നും അത് സ്റ്റേബിൾ ആയിക്കൊള്ളുന്നില്ലാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, ആവശ്യമെന്ന് കരുതുന്ന സമയത്ത് ചില റിവ്യൂ ചില എന്താ പറയാ ഈ പറയുന്ന റിവിഷനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഓക്കെ, പിന്നെന്താണ് വേറൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കി. ജോബ് ഡിസ്ക്രിപ്ഷന് മറ്റൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ബേസ് ഡോക്യുമെന്റ് റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് entrusted to an employee. അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ അതാണ് നിങ്ങളോട് ചോദിക്കാം. That is a base document regarding the duties and responsibilities entrusted to an employee. അതായത് നമ്മളൊരു എംപ്ലോയിക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ബേസ് ഡോക്യുമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. കേട്ടോ, ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് ആ എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള ജോലിയെ സംബന്ധിക്കുന്ന എല്ലാവിധ എന്താ പറയാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റികളും എല്ലാം തന്നെ രേഖപ്പെടുത്തുന്നത് ഏത് ഡോക്യുമെന്റിലാണ്? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ്. കേട്ടോ, ഓക്കെ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. കേട്ടോ, ഇനി നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഹൈലൈറ്റ്സ് ഓൺലി ദ മെയിൻ ആക്ടിവിറ്റീസ് ആൻഡ് the staff is obligated to do all the minute grassroots levels of the job description. ഇനി ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് എന്താണ് ആ ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് ആൻഡ് ഏറ്റവും പ്രൈം ആയിട്ടുള്ള അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ജോബ് ഡിസ്ക്രിപ്ഷനകത്ത്. എന്ന് വെച്ചാൽ ഓരോ മുക്കും മൂലയും ചിലപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ഡോക്യുമെന്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവുക ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടിയും അവരെന്താ പറയുന്നത് ആ ജോലിയുടെ ഏറ്റവും താഴെ തലങ്ങളിൽ വരെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു ജീവനക്കാരൻ ബാധ്യസ്ഥനാണ്. അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി മാത്രം ചെയ്താൽ പോരാ. അതല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്ന അതാണ് ആ റൂട്ട് ലെവലിൽ വരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആര് ലയബിൾ ആണ്? ഈ പറയുന്ന എംപ്ലോയി ലയബിൾ ആണ്. ഓക്കെ, അതിനുള്ള ലയബിലിറ്റി ആർക്കുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കേട്ടോ, ഇനി നോക്കിയേ. ഫർണിഷ്ഡ് ബിലോ ഇസ് ദ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പ്രൊഫഷണൽ ഇൻ എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. എഗെയിൻ നിങ്ങൾക്ക് അവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ, ഏത് പ്രൊഫഷണലും ആവണ്ടോ ആ ഒരു പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അപ്പോ ഇവര് പറയുന്നത് മേ ബി എ GM/HR, AGM/HR, സീനിയർ HR മാനേജർ ഓർ ഡെപ്യൂട്ടി HR മാനേജർ ഓർ അസിസ്റ്റന്റ് HR മാനേജർ. നമുക്കറിയാലോ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സീനിയർ ലെവൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്, ലോവർ ലെവൽ റോൾസ് കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസും ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ സീനിയർ ലെവൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആവാം, സീനിയർ HR മാനേജർ ആവാം, ഡെപ്യൂട്ടി HR മാനേജർ ആവാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് HR മാനേജർ. ഇവരിന്നൊക്കെ പറഞ്ഞ ഏറ്റവും സൂപ്പർവൈസറി റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അതുകൂടാണ്ട് the job description of lower level like HR executive, HR officers also remains the same subject to deleting supervisory and managerial duties by focusing on individual portfolios. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? അതായത് ഇപ്പം സീനിയർ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും,
അതുപോലെ ലോവർ ലെവൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസും ഉണ്ടാവും. ഇപ്പൊ ലൈക്ക് HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞ അവരൊരു സീനിയർ അല്ല, ലോവർ ലെവൽ കാറ്റഗറിയിലൊക്കെ പെടുന്ന പ്രൊഫഷണൽ ആണ്. അതേസമയം HR മാനേജർ, അസിസ്റ്റന്റ് HR മാനേജർ, ഡെപ്യൂട്ടി HR മാനേജർ എന്ന് വെച്ചാൽ സൂപ്പർവൈസറി റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻസ്, രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെയും പ്രൊഫഷണൽസിന്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻസ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? ആദ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ ഡ്യൂട്ടികളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കോർ റെസ്പോൺസിബിലിറ്റി മെയിൻ ആയിട്ടുള്ള ഏറ്റവും അവരുടെ ബേസ് ആയിട്ടുള്ള ആ ഒരു കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവര് പറയുന്നത് അതെ ഓൾസോ റിമൈൻസ് ദ സെയിം. കോർ റെസ്പോൺസിബിലിറ്റി സെയിം ആയിരിക്കും. ആൻഡ് സബ്ജക്ട് ടു ഡിലീറ്റിംഗ് സൂപ്പർവൈസറി ആൻഡ് മാനേജറിയൽ ഡ്യൂട്ടി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സീനിയർ ലെവൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണെങ്കിൽ അവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും? മാനേജറിയൽ ഡ്യൂട്ടീസ് ആയിരിക്കും. സൂപ്പർവൈസറി ആൻഡ് മാനേജറിയൽ ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ അവർക്ക് കീഴിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു മാനേജറിയൽ ഡ്യൂട്ടീസുകളായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ഡ്യൂട്ടീസുകളായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം ബൈ ഫോക്കസിംഗ് ഓൺ ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ, അതേസമയം ലോവർ ലെവൽ കാറ്റഗറിയിൽ പെടുന്ന HR എക്സിക്യൂട്ടീവ്, HR ഒഫീഷ്യൽസ് പോലെയുള്ള പ്രൊഫഷണൽ ആണെങ്കിലോ അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില സ്പെസിഫിക് ടാസ്കുകളിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവാം? ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. അവർ പ്രവർത്തിക്കുന്നത് സീനിയർ ലെവൽ ആളുകളുടെ ഗൈഡൻസ് അനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പെസിഫിക് ടാസ്കുകളിലായിരിക്കും ഈ പറയുന്ന ലോവർ ലെവൽ പ്രൊഫഷണൽസ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മറ്റവരാണെങ്കിലോ സീനിയർ ലെവൽ ആണെങ്കിലോ അവര് മാനേജറിയൽ സൂപ്പർവൈസറി റോളുകളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അവരുടെ കോർ റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. ഇത് വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞില്ലേ, അതേ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിക്കാം. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഇതൊരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് കോമൺ ടു ഓൾ കാറ്റഗറീസ്. കണ്ടോ, എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്കായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ സീനിയർ ലെവലെന്നോ ലോവർ ലെവലെന്നോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പറയുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെ പറ്റിയിട്ടാണ് അവിടെ പരാമർശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് at their liberty to add or amend the rules or regulations as deemed fit with the prior approval of the management. കണ്ടോ, അപ്പൊ ഒരു HR മാനേജർക്ക് അല്ലെങ്കിൽ ഒരു HR അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളിൽ മാറ്റങ്ങൾ വരുത്താം. എന്ന് പറഞ്ഞാല് അവർക്ക് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അവർക്ക് വേണമെങ്കിൽ അമെന്റ്മെന്റ് നടത്താം, ഭേദഗതി ചെയ്യാം. അതിനുള്ള അവകാശം ആർക്കുണ്ട്? HR മാനേജർക്ക് അഥവാ HR അഡ്മിനിസ്ട്രേറ്റർക്കും ഉണ്ട്. പക്ഷേ അവരങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവർക്ക് മാനേജ്മെന്റിന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതാണ് അവരോട് പറയുന്നത് കേട്ടോ. ആസ് ദേ ഫിറ്റ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ദ മാനേജ്മെന്റ്. അതിനൊക്കെ മുന്നോടിയായിട്ട് മുൻപേ അവർക്ക് എന്ത് കിട്ടണം? മാനേജ്മെന്റിന്റെ അപ്രൂവൽ കിട്ടണം. അപ്പൊ മാനേജ്മെന്റിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുതിയത് വല്ലത് ആഡ് ചെയ്യോ അല്ലെങ്കിൽ നിലവിലുള്ളതിന് മാറ്റങ്ങൾ വരുത്തിയൊക്കെ അവർക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ എന്ത് വേണം? മാനേജ്മെന്റിന്റെ അപ്രൂവൽ അവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാം. സെയിം പോയിന്റ്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ നോക്കാം. അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് അവരുടെ അപ്പോയിന്റ്മെന്റ് എന്താവുന്നത്? ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവുന്നത് അപ്പൊ തൊട്ടാണ്. പിന്നെന്താണ്? ദ ആസ്പിരന്റ് ഹാസ് ടു സബ്മിറ്റ് എ ജോയിനിങ് ഓർഡർ accepting the terms and conditions of employment on the date of joining. ഇനി അവർ ജോയിൻ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ, അന്നേ ദിവസം തന്നെ ഈ പറയുന്ന എംപ്ലോയ്മെന്റിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്
ഒരു ജോയിനിങ് ഓർഡർ കാൻഡിഡേറ്റ് എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്ന് സബ്മിറ്റ് ചെയ്യണം, എന്നാണോ അവർ ജോയിൻ ചെയ്യുന്നത് അന്ന് തന്നെ അവർ ആ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇന്റിമേറ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകൾ ഉണ്ടായിരിക്കുക. നാലാമത്തെ പോയിന്റ് നോക്കിയേ, അത് അവിടെ പറയാത്തൊരു സംഭവമാണ്. പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ് ആൻഡ് 12 കാഷ്വൽ ലീവ്സ് പെർ ഇയർ ആൻഡ് 4 വീക്ക്ലി ഓഫ് പെർ മന്ത്. അത് അവരുടെ ജോലി സംബന്ധമായ ഒരു കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. അതായത് മൊത്തം അവർക്ക് 13 പബ്ലിക് ഹോളിഡേസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ദേ ഗെറ്റ് പെയ്ഡ്. ഈ 13 പബ്ലിക് ഹോളിഡേസ് വരുന്ന ദിവസം അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പെയ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹോളിഡേസ് എത്ര ഉണ്ട്, 13 ഉണ്ട്. പിന്നെ 12 കാഷ്വൽ ലീവ്സ് ഉണ്ട് കേട്ടോ. 12 കാഷ്വൽ ലീവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. കാഷ്വൽ ലീവ് ആണ്, അവരുടെ പേഴ്സണൽ റീസണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് ആ കാഷ്വൽ ലീവ് ഉപയോഗിക്കാം. അങ്ങനെ 12 കാഷ്വൽ ലീവ് ഉണ്ട്. പെർ ഇയർ ആണ് കേട്ടോ, പ്രതിവർഷമാണ് കേട്ടോ. ഒരു വർഷത്തേക്ക് 12 കാഷ്വൽ ലീവ് ഉണ്ട്. ദെൻ 4 വീക്ക്ലി ഓഫ് പെർ മന്ത്. അത് കൂടാണ്ട് പെർ മന്ത് പ്രതിമാസം 4 ദിവസങ്ങള് ഓഫ് ഉണ്ട്. 4 ദിവസം ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർ വീക്ക് ഒരെണ്ണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതായത് ഒരാഴ്ചയിൽ ഒരു ഓഫ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് പറയുന്നത്. ഇപ്പൊ എല്ലായിടത്തും സെയിം ആവണമെന്നില്ല കേട്ടോ. ഈ പറയുന്ന കമ്പനിയുടെ കണ്ടീഷനാണ് ഈ പറയുന്നത്. ഇനി നോക്കിയേ, സിക്ക് ലീവ് സബ്ജക്ട് ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സിക്ക് ലീവ് നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നതാണ്. അതുപോലെ എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് ഡീംഡ് നെസസറി വിൽ ബി അസൈൻഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ്. ഇനി പിന്നെ ഈ പറയുന്ന ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ അധിക ചുമതലകൾ വന്നേക്കാം അല്ലെ. അധിക ചുമതലകൾ അത് മാനേജ്മെന്റ് നിങ്ങളെ കാലാകാലങ്ങളിൽ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. കണ്ടോ, അപ്പൊ അവരുടെ ഒരു കണ്ടീഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് യു ഷാൾ ഡിവോട്ട് യുവർ ഫുൾ ടൈം അറ്റൻഷൻ ടു ദ ഓർഗനൈസേഷൻ ഓർ ഇവിടെ ഷാൾ നോട്ട് എന്ന് വേണം കേട്ടോ, എൻഗേജ് എന്നല്ല. അതായത് ഡിവോട്ട് യുവർ ഫുൾ ടൈം അറ്റൻഷൻ ടു ദ ഓർഗനൈസേഷൻ ഓർ ഷാൾ നോട്ട് എൻഗേജ്. ആ ഒരു വേർഡ് അവിടെ മിസ്സിംഗ് ആണ് കേട്ടോ. എൻഗേജ് എന്നല്ല, ഷാൾ നോട്ട് എൻഗേജ് എന്നാണ്. എൻഗേജ് ചെയ്യരുതെന്നാണ് കേട്ടോ അർത്ഥം. ഷാൾ നോട്ട് എൻഗേജ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എനി അതർ പ്രൊഫഷൻ ഓർ ഒക്യുപ്പേഷൻ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കണം, ഡിവോട്ട് ചെയ്യണം. ഓക്കെ, ഇത് മാത്രമല്ല ആ കാലഘട്ടത്തില് നിങ്ങൾ ഒരിക്കലും ആ മാനേജ്മെന്റിന്റെ സമ്മതമില്ലാതെ നമ്മുടെ സ്ഥാപനത്തിന് പുറത്ത് മറ്റുള്ള തൊഴിലുകളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യാനോ പാടുള്ളതല്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. 5 പോയിന്റുകൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്ക് ജോയിനിങ് ഓർഡർ, അതിന്റെ ഒരു ഫോർമാറ്റ്, അതോടുകൂടി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഇനി വായിച്ചു നോക്കുക കേട്ടോ. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞൊരു HRM-ന്റെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ്, ആ ഒരു ഇത് നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ, ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണോട്ടോ. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, പിന്നീട് മനസ്സിലായില്ല എന്ന് പറയരുത്. ടൈം തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.